മുനമ്പം വഖഫ് ഭൂമിക്കെതിരായ പ്രതിഷേധ റിലേ നിരാഹാര സമരം 100 ദിവസം പിന്നിടുമ്പോൾ തുടർ സമരപരിപാടികളുമായി മുനമ്പം ഭൂസംരക്ഷണ സമിതി. വഖഫ് നിയമം ഭേദഗതി ചെയ്ത ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വവും സംരക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികൾക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ കത്തയക്കും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സെക്രട്ടേറിയറ്റിലേക്ക് പദയാത്രയ്ക്കൊരുങ്ങുകയാണ് സമരസമിതി. മതനിയമങ്ങളല്ല ഇന്ത്യൻ ഭരണഘടനയാണ് പൗരന്മാർക്ക് ബാധകമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. വഖഫ് ബോർഡിന്റെ വ്യാജ അവകാശവാദം ഉപേക്ഷിക്കണമെന്നും നിയമം ഭേദഗതി ചെയ്യണമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതാണ് വഖഫ്. എടുക്കാൻ ചെല്ലുന്നവൻ പോലും കള്ളനായി മാറും, ഇട്ടം തന്നെ കള്ളനായി മാറും. അതാണ് പെർമനൻ്റായിട്ട് കൊടുക്കുന്ന ഒരു പവിത്രമായ ഒരു പാരിതോഷികമായിട്ടാണ് അതിനെ അള്ളാഹു കാണുന്നത്. ഇത് കുറുക്ക് വഴിയിലൂടെ ഈ സാധുക്കളെ പറ്റിക്കാൻ വേണ്ടി വഖഫ് ബോർഡ് കാണിക്കുന്ന രീതി അവരിന്ന് പിന്മാറണം. സത്യം മനസ്സിലാക്കണം. ഇവിടെ ഉള്ള മുസ്ലിംസും എല്ലാം ഞങ്ങളുടെ കൂടെയാണ്. മതനിയമങ്ങളല്ല, ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകം. ഈ ഇരകളുടെ മേലാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. തെളിയിക്കേണ്ടത് ഇവരാ. വഖഫ് ബോർഡ് പിടിച്ചെടുത്തു. വഖഫ് ബോർഡിന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല. തെളിയിക്കണം ഇവർ പോകണം. ബേർഡൻ ഓഫ് പ്രൂഫ് സെക്കുലർ കോടതിയിൽ അങ്ങനെയാണോ? മുനമ്പത്തെ തർക്കം അതിർത്തി തർക്കമല്ല. സർവേയുടെ ആവശ്യമില്ല. സർവേ വേണമെന്ന ആവശ്യം ഗൂഢതന്ത്രമാണെന്നും ഇവർ പറഞ്ഞു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഈ സർവേ നടപടികൾ അന്ന് പൂർത്തീകരിക്കാൻ പറ്റാഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ വഖഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്തിരിക്കുന്ന ഭൂമി എത്രയുണ്ടെന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ സർവേ നടത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടത്താൻ പാടില്ല, ഈ വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് രജിസ്റ്ററിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഡിജിറ്റൽ സർവേയോ ഏത് തരത്തിലുള്ള സർവേയും നടത്താനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ശേഷമാകും സമരസമിതി പദയാത്ര നടത്തുക. മുനമ്പത്തെ സമരപ്പന്തലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയെ 20 പേർ നയിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന ധർണയും സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി.